സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക ജോലികളും ചെന്ന് അവസാനിക്കുന്നത് വ്യക്തികളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ആണ്. 1-to-1 ഇൻട്രാക്ഷൻ ആണെങ്കിലും ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രോബ്ലം. നമ്പർ 2, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. സൈക്കോളജി കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽസ്, പബ്ലിക്കേഷൻസ് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നമ്പർ 3, ഇറ്റ് ടേക്സ് ടൈം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സൈക്കോളജിസ്റ്റിൻ്റെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 4 ഇയർ സൈക്കോളജിയുടെ ഡിഗ്രിയും 1 ഇയർ PG സൈക്കോളജിയും 2 ഇയേഴ്സ് RCA അംഗീകരിക്കുന്ന MA ക്ലിനിക്കൽ സൈക്കോളജിയും ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ലൈസൻസ് കിട്ടുള്ളൂ. ഓരോ സൈക്കോളജി റിലേറ്റഡ് ഫീൽഡ്സിനും ഓരോ റിക്വയർമെൻറ്റ്സ് ആണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആയിരിക്കുന്ന സൈക്കോളജി ഫീൽഡിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടോപ്പ് നോച്ചിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും സമയമെടുക്കും.